എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ നിരവധി പരിഷ്കാരങ്ങളാണ് നിലവിൽ വരുന്നത്. ആദായനികുതി, പാൻ കാർഡ് നിയമങ്ങൾ, ബാങ്കിംഗ് പരിഷ്കരണങ്ങൾ, ശമ്പളവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, യാത്രാ കാര്യങ്ങൾ തുടങ്ങി ഏപ്രിൽ 1 മുതൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവയാണ് ഇനി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 6 പതിറ്റാണ്ട് പഴക്കമുള്ള ആദായനികുതി നിയമം 1961 പകരമായി പുതിയ ആദായനികുതി നിയമം 2025 പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ 1 മുതലാണ്. ആദായനികുതി നിയമം 2025 എന്നാൽ നികുതി നടപടികൾ കൂടുതൽ എളുപ്പമാക്കുന്നതിനായാണ് പരിഷ്കരിച്ച ആദായനികുതി നിയമം 2025 നിലവിൽ വരുന്നത്. സങ്കീർണതകൾ ഒഴിവാക്കാൻ നിയമങ്ങളുടെ എണ്ണം 399 നിന്നും 190 ടാക്സ് ഫോമുകൾ 511 നിന്നും 333 വെട്ടിക്കുറച്ചിട്ടുണ്ട്. സാമ്പത്തിക വർഷം, ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ എന്നിവയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇനി ഉണ്ടാകില്ല. പകരം ടാക്സ് ഇയർ എന്നീ ഏകീകൃത സംവിധാനം നിലവിൽ വരികയാണ്. ഏപ്രിൽ 1 മുതൽ പഴയ ആദായനികുതി ഫോമുകൾക്ക് പകരം പുതിയവ നിലവിൽ വരുന്നതുമാണ്. മറ്റൊരു മാറ്റം, ശമ്പളക്കാർക്കുള്ള TDS സർട്ടിഫിക്കറ്റിനുള്ള പഴയ ഫോം 16 ഇനി മുതൽ ഫോം 130 ആയിരിക്കും. ശമ്പളത്തിന് പുറമേയുള്ള വരുമാനത്തിനുള്ള TDS സർട്ടിഫിക്കറ്റിനുള്ള പഴയ ഫോം 16A ഇനി മുതൽ ഫോം 131 ആയിരിക്കും. നിക്ഷേപ വിവരങ്ങൾ തൊഴിലുടമക്ക് നൽകാനുള്ള പഴയ ഫോം 12BB ഇനി മുതൽ ഫോം 124 ആയിരിക്കും. വാർഷിക നികുതി വിവരങ്ങൾ AIS നൽകുന്നതിനുള്ള പഴയ ഫോം 26AS ഇനി മുതൽ 168 ആയിരിക്കും. മറ്റൊരു കാര്യം, ഫോം 30 തൊഴിലുടമകൾ ജൂൺ 15 നൽകേണ്ടതുണ്ട്. ഇതൊരു സിസ്റ്റം ജനറേറ്റഡ് ആയിരിക്കും. ട്രാസസ് പോർട്ടലിൽ നിന്നും ഇവ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പാൻ കാർഡ് നിയമത്തിനും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത്. പാൻ കാർഡ് അപേക്ഷിക്കുന്നതിനും പുതുക്കുന്നതിനും നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുതൽ ജനന തീയതി തെളിയിക്കാൻ ആധാർ മാത്രം മതിയാകില്ല. SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൂടി നൽകേണ്ടി വരും. പാൻ കാർഡിലെ പേര് ആധാർ കാർഡിലെ പേരുമായി കൃത്യം ചേരേണ്ടതുണ്ട്. പാൻ കാർഡിൽ നിന്നും പിതാവിൻ്റെ പേര് നീക്കും. ആധാറിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ചെയ്യുക. 10 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾ, 5 ലക്ഷത്തിന് മുകളിലുള്ള വാഹനം വാങ്ങൽ, 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു വാങ്ങൽ എന്നിവക്ക് പാൻ കാർഡ് നിർബന്ധമാക്കും. ബാങ്കിംഗ് മേഖലയിലും പരിഷ്കരണങ്ങളുണ്ട്. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി RBI പുതിയ നടപടിക്രമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും OTPക്ക് പുറമെ പാസ്വേഡ്, പിൻ അല്ലെങ്കിൽ ബയോമെട്രിക് വിവരങ്ങൾ കൂടി ആവശ്യമായിട്ട് വരുന്നതാണ്. HDFC പോലുള്ള ബാങ്കുകൾ UPI അധിഷ്ഠിത ATM പിൻവലിക്കലുകൾ സൗജന്യ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. പരിധി കഴിഞ്ഞാൽ ഒരു ഇടപാടിന് 23 രൂപയും GSTയും ഈടാക്കുന്നതുമാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചില ഡെബിറ്റ് കാർഡുകളുടെ ദിവസേനയുള്ള പരിധി കുറച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയിൽ നിന്നും 50,000 രൂപയും, പ്രീമിയം കാർഡുകളിൽ 1.5 ലക്ഷം രൂപയിൽ നിന്നും 75,000 രൂപയുമായി ഇത് മാറിയിട്ടുമുണ്ട്. ശമ്പള ആനുകൂല്യങ്ങളും മാറിയിട്ടുണ്ട്. പഴയ നികുതി വ്യവസ്ഥയിൽ തുടരുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. HRIയിൽ 50% നികുതി ഇളവ് ലഭിക്കുന്ന മെട്രോ നഗരങ്ങളുടെ പട്ടികയിൽ അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ഹൈദരാബാദ്, പൂനെ എന്നിവ കൂടി ചേർത്തിട്ടുണ്ട്. നേരത്തെ മുംബൈ, ഡൽഹി, കൽക്കട്ട, ചെന്നൈ എന്നിവ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനുള്ള അലവൻസ് പ്രതിമാസം 100 രൂപയിൽ നിന്നും 3000 രൂപയാക്കി. ഹോസ്റ്റൽ ചെലവ് പരിധി പ്രതിമാസം 300-ൽ നിന്നും 9,000 രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഇനി മുതൽ പ്രതിദിനം 200 രൂപ വരെ മീൽ കാർഡുകൾക്ക് നികുതി നൽകേണ്ടതില്ല. അതേസമയം വാർഷിക കോർപ്പറേറ്റ് ഗിഫ്റ്റ് വൗച്ചറുകളുടെ നികുതി രഹിത പരിധി 5,000 രൂപയിൽ നിന്നും 10,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. കമ്പനികൾ നൽകുന്ന വാഹനങ്ങളുടെ നികുതി മൂല്യം പുതുക്കിയിട്ടുണ്ട്. 1.6 ലിറ്റർ വരെയുള്ള എഞ്ചിൻ കപ്പാസിറ്റി കാറുകൾക്ക് 8,000 രൂപ, വലിയ വാഹനങ്ങൾക്ക് 10,000 രൂപ എന്നിങ്ങനെയാണ് നികുതി ബാധ്യത ഉണ്ടാകുക. യാത്രയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളുമുണ്ട്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പരിഷ്കരണം, ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പ് ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുകയാണ് എങ്കിൽ റീഫണ്ട് ലഭിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 മണിക്കൂറായിരുന്നു നേരത്തെ ഇത്. 8 മുതൽ 24 മണിക്കൂറിന് മുമ്പ് റദ്ദാക്കുകയാണെങ്കിൽ 50% റീഫണ്ട് ലഭിക്കും. അതേപോലെ വിദേശ യാത്രാ പാക്കേജിലുള്ള TCS 5 20%-ൽ നിന്നും 2%-ആക്കി കുറച്ചിട്ടുണ്ട്. ദേശീയ പാതയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പുതിയ മാറ്റവും ഉണ്ട്.
ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്ക് 3000 നിന്നും 3075 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ആഗോള ഇന്ധന വിലയെ അത് കാര്യമായി ബാധിച്ചതുകൊണ്ട് തന്നെ LPG, CNG, PNG എന്നിവയുടെ വിലയിൽ ഏപ്രിൽ 1 വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാചകവാതക വില ഇനിയും ഉയരും ഏപ്രിൽ 1. സാമ്പത്തികമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മാസം, അതായത് ഏപ്രിൽ 1 മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. മാസം ആദ്യ ദിവസങ്ങളിൽ പെസഹാവ്യാഴം, ദുഃഖവെള്ളി അവധികളും പിന്നീട് 15-ന് ഈസ്റ്റർ അവധിയും വരാനുണ്ട്. അതുപോലെ ഈ മാസം 9-ാം തീയതി അവധിയാണ്, പൊതു അവധിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ഈ മാസം 9-ാം തീയതിയാണ്. ഏപ്രിൽ 1 മുതൽ വിഷു, ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ 14 വരെയാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകൾ ഈസ്റ്റർ വിഷു ഫെയറുകളായി പ്രവർത്തിക്കും. വിഷു കൈനീട്ടമായിട്ട് 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷുക്കണി പ്രത്യേക കിറ്റ് സപ്ലൈകോ വഴി ലഭിക്കുന്നതാണ്. വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള ഈ കിറ്റ് വാങ്ങുന്നതിന് 1001 രൂപ നൽകിയാൽ മതി. 1250 രൂപയുടെ സാധനങ്ങളാണ് ഉള്ളത്. 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും 1000 രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിന് വിഷു കൈനീട്ടമായിട്ട് 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പൺ ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്നും 1000 രൂപക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ റിഡീം ചെയ്യാവുന്നതാണ്. മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.